ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ക്ലീനിങ് സൊല്യൂഷൻ നമ്മുടെ മിക്സിയുടെ ജാറും അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂം, അതുപോലെ നമ്മുടെ വാഷ് ബേസ്, ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ക്ലീനാക്കാൻ പറ്റിയുള്ള നല്ലൊരു ടിപ്സാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പപ്പായയുടെ ഇല വെച്ചിട്ട് നമ്മൾ മിക്സിയൊക്കെ ക്ലീൻ ആയത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോകും. അത്രക്കും ക്ലീൻ ആകുന്നുണ്ട്. അതുപോലെ വാഷ് ബേസ് ഇതൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് പുറത്തു നിന്നും ക്ലീനിങ് സൊല്യൂഷൻ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള പപ്പായയുടെ ഇല വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാനിവിടെ 2 പപ്പായയുടെ ഇല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പപ്പായയുടെ ഇല നമുക്കൊരു പാത്രത്തിലോട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ചെറുനാരങ്ങ 4 പീസായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊരു ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതൊരു 10 മിനിറ്റ് സമയം വരെ ഇതുപോലെ ഒന്ന് തിളച്ചിട്ട് നന്നായിട്ട് വരണം. ഈ ഒരു ഇലയുടെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ട് ഈ ഇലയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് തണുക്കാൻ വെക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അരിപ്പയിലിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഞാൻ ഇത് ഒന്ന് നന്നായിട്ട് ഇതിൻ്റെ നാരങ്ങയൊക്കെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കണം. ഈ ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞാൽ ഇത് വെള്ളമുണ്ടെങ്കിൽ പതഞ്ഞ് പൊങ്ങി വരും. അപ്പോൾ കുറച്ച് വലിപ്പമുള്ള പാത്രത്തിൽ വേണം ഇതേപോലെ ചെയ്യാൻ. അപ്പോൾ ഞാൻ ചെറിയ പാത്രത്തിലാണ് ചെയ്തത്, അതുകൊണ്ടാണ് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു സോപ്പിൻ്റെ നൊര കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ ലിക്വിഡ് ഡിഷ് വാഷ് ഇല്ലെങ്കിൽ ഷാമ്പു ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലുള്ള ഒരു സ്പ്രേ ബോട്ടിലാണ് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. സ്പ്രേ ബോട്ടിൽ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ലിക്വിഡിൻ്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് ഞാൻ ഇതേപോലെ ലിക്വിഡിൻ്റെ ബോട്ടിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ മിക്സി ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ മിക്സി എടുത്തിട്ടുണ്ട്. മിക്സി മുഴുവനായിട്ടും അഴുക്ക് പിടിച്ചിട്ട് എല്ലായിടത്തും അഴുക്ക് പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു സൊല്യൂഷൻ മിക്സിയുടെ ഈ ഒരു അഴുക്ക് പിടിച്ച ഭാഗത്തൊക്കെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ പേപ്പറിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. എന്നിട്ട് ഈ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് സ്പ്രേ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മിക്സിയുടെ ജാറിലെ ആ ഒരു ജാറിൻ്റെ അടിയിലും വല്ലാണ്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ടിഷ്യൂ പേപ്പർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇത് രണ്ടും ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റ് സമയം ആയിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്നും എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലായിട്ട് മുഴുവൻ അഴുക്കും പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബ്രഷ് വെച്ചിട്ട് ഈ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തന്നെ നമ്മൾ മുഴുവനായിട്ട് എല്ലായിടത്തും ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തൊക്കെ ഞാൻ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ചും കൂടി ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു തുണി കഷ്ണം എടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതിനെക്കൊണ്ട് നന്നായിട്ട് തുടച്ചെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അഴുക്കൊക്കെ മുഴുവനായിട്ടും പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെയുള്ള അഴുക്ക് മുഴുവനായിട്ടും പോയി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മിക്സി നല്ല ക്ലീനായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു മഞ്ഞക്കറിയും ഇതൊക്കെ നമുക്ക് ഈ ഒരു ക്ലീനിങ് സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ മിക്സി ഞാൻ മുഴുവനായിട്ടും ക്ലീനാക്കിയിട്ട് ഇപ്പോൾ കണ്ടോ പുതിയ മിക്സി പോലെ തന്നെയുണ്ട്. ആ ഒരു മിക്സീൻ്റെ ഇടയിലുള്ള ഒരു അഴുക്കും എല്ലാം പോയിട്ട് പുതിയതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് പപ്പായയിൽ വെച്ചിട്ട് ഒരു ക്ലീനിങ് സൊല്യൂഷൻ റെഡിയാക്കി നോക്കുക. നല്ല ക്ലീനാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറും ഇതേപോലെ തന്നെ ക്ലീനാക്കി എടുക്കാൻ പറ്റും. ഞാനിതിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ആ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലായിട്ട് മുഴുവൻ അഴുക്കും ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഈ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് ഒന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് ഇട്ടിട്ട് ഒന്ന് ഉരച്ച് കഴുകി കൊടുക്കുകയാണെങ്കിൽ മിക്സിയുടെ ജാറും നല്ല പുതിയതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്തത് നമുക്ക് ഈ ഒരു ക്ലീനിങ് സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് സ്റ്റീലിൻ്റെ ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ ക്ലീനാക്കി എടുക്കാൻ പറ്റും. ഇത് ഞാൻ ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കിയിട്ടുള്ള പാത്രമാണ്. ഇത് നല്ല തിളക്കം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലെ ഈ ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ ഈ ഒരു സ്റ്റീലിൻ്റെ ഭാഗം, ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഗ്ലാസിൻ്റെ ഒരു ഭാഗം, അതൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീനാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു സൊല്യൂഷൻ ഞാൻ ഈ ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ ഇവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു തുണി വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുമ്പം തന്നെ ഇതിൻ്റെ മുകളിലുള്ള അഴുക്കൊക്കെ ഇളകി വരുന്നുണ്ട്. നമ്മൾ പാല് മറിഞ്ഞതായാലും എല്ലാം ഇതിൻ്റെ മുകളിൽ തന്നെ പറ്റി പിടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് സ്റ്റൗവും അതിൻ്റെ ഗ്ലാസ് ടോപ്പും ഒക്കെ നല്ല ക്ലീനാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. ഗ്ലാസ് ടോപ്പിൻ്റെ മുകളിലും ഇതേപോലെ എണ്ണമെഴുക്കൊക്കെ ഉണ്ടാവും. അത് നമുക്ക് ഇതേപോലെ തുടച്ചെടുക്കാൻ പറ്റും. നല്ല തിളക്കത്തോടെ നമുക്ക് ഗ്യാസ് സ്റ്റൗ ക്ലീനാക്കി എടുക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മുടെ ബാത്റൂമിൻ്റെ വാൾ ടൈൽ ഉണ്ടാവും അല്ലേ, ആ ഒരു വാൾ ടൈലിലൊക്കെ മുഴുവനായിട്ടും സോപ്പിൻ്റെയും ഒക്കെ ഒരു അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും അല്ലേ. അതൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരച്ചു കൊടുക്കേ വേണ്ടൂ. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു അഴുക്കൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആക്കിയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഉരച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് കഴുകിയെടുക്കുമ്പോൾ തന്നെ അവിടെയൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടുന്നുണ്ട്. ആ ഒരു തിളക്കമൊക്കെ നമുക്കതുപോലെ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വാഷ് ബേസും ഇതുപോലെ തന്നെ ഈ ഒരു ക്ലീനിങ് സൊല്യൂഷൻ വെച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കേ വേണ്ടൂ. നല്ല തിളക്കത്തോടെ നമുക്ക് വാഷ് ബേസും ക്ലീനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ വാഷ് ബേസിൽ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പൈപ്പിലും ഇതിൻ്റെ മുകളിലൊക്കെ ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് കഴുകി നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ല ക്ലീനായിട്ട്. നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും, ഇത്രയും തിളക്കം കിട്ടുമെന്നുള്ള ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ ഉരച്ചു കൊടുത്തിട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ വാഷ് ബേസ് നല്ല, നിങ്ങൾ നേരത്തെ കണ്ട വാഷ് ബേസും ഇപ്പോൾ ഉള്ള വാഷ് ബേസും ഒന്ന് നോക്ക്, നല്ല ക്ലീനായിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീനാക്കി എടുക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു വാഷ് ബേസിൻ്റെ ഉള്ളിൽ നിന്നും പല പ്രാണികൾ, നമ്മളതുപോലെ കൊതുക് ഇതൊക്കെ വരുമല്ലേ. അപ്പോൾ ഈ ഒരു പപ്പായയുടെ ഒരു സ്മെല്ല് കാരണം ഇതൊക്കെ ഒരു പ്രാണി പോലും വീട്ടിലേക്ക് വരികയില്ല. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല തിളക്കത്തോടെ നമുക്ക് നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ടാപ്പില്ലേ, ഈ ടാപ്പും നല്ല ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ടോയ്ലറ്റ് എങ്ങനെയാണ് ക്ലീനാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ടോയ്ലറ്റിലേക്ക് കുറച്ച് സൊല്യൂഷൻ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഉരച്ച് കൊടുക്കുകയേ വേണ്ടൂ. എന്നിട്ടൊന്ന് ക്ലീനാക്കുകയാണെങ്കിൽ ടോയ്ലറ്റ് നമുക്ക് പുതിയതുപോലെ ക്ലീനാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾ കൂടുതൽ അഴുക്കുള്ള പിന്നെ കറയൊക്കെ ഉള്ള ടോയ്ലറ്റുകളാണെങ്കിൽ നമ്മൾ രാത്രിയിൽ കിടക്കാൻ നേരത്ത് ഇതേപോലെ കുറച്ച് സൊല്യൂഷൻ ഒന്ന് ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ രാവിലെ ഒന്ന് ഫ്ലഷ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ടോയ്ലറ്റ് നല്ല ക്ലീനാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കിച്ചൺ സിങ്കും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നല്ല രീതിയിൽ ക്ലീനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു സൊല്യൂഷൻ കിച്ചൺ സിങ്കിലും
ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കിച്ചൺ സിങ്ക് നമ്മളൊരു ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പോഞ്ച് വെച്ചിട്ടോ ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ കിച്ചൺ സിങ്കിൻ്റെ ബാഡ് സ്മെല്ല്, അതുപോലെ തന്നെ കിച്ചൺ സിങ്കിൽ നിന്ന് വരുന്ന പ്രാണികൾ, പാറ്റകൾ, ഇതൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ രാത്രിയിൽ കിടക്കാൻ നോക്കുമ്പോൾ കിച്ചൺ സിങ്കിൻ്റെ ഒരു ഹോൾസ് വരുന്ന അവിടെയില്ല, അവിടെ കുറച്ച് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ രാത്രിയിൽ ഇതിൽ നിന്നും വരുന്ന പ്രാണികളെയൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പപ്പായയില വെച്ചിട്ട് ഇതേപോലെയുള്ള ക്ലീനിങ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മിക്സിയൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടില്ലേ. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമുക്ക് വാഷ് ബേസ്, ക്ലോസറ്റ് ഇതൊക്കെ ക്ലീനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്